ജീവിതത്തിൽ ഒരിക്കലും വീണ്ടും കണ്ടുമുട്ടുമെന്ന ഒരു പ്രതീക്ഷയുമില്ലാത്ത, അഥവാ കണ്ടാൽ തന്നെ തമ്മിൽ തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഒരു കൂട്ടം ജന്മങ്ങളെ കോർത്തിണക്കി ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഇതാ ഞങ്ങൾ സഹപാഠികളാണെന്ന് ഉറക്കെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ രാധയ്ക്കിരിക്കട്ടെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്നും ഒരു പൊൻതൂവൽ. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീകുമാരേഷ്, ആരെങ്കിലും പാടുന്നവരുണ്ടോ? പാടും ആരെങ്കിലും പണ്ടത്തെ പ്രാർത്ഥന പ്രിയതര വരുന്നത് എല്ലാരും പ്രാർത്ഥിച്ചാൽ മതി. രമണീയ ജടാകലാപേ ഗൗരീ നിരന്തര വിഭൂഷിത വാമഭാഗേ നാരായണ പ്രിയമനംഗമതാപഹാരം വാരാണസീപുരപതി ഭജ വിശ്വനാഥ. സ്വാഗതം കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും പരസ്പരം സ്വാഗതം എല്ലാവർക്കും നേരുന്നതാണ്. ഈ കാവൽ ഗ്രൂപ്പ്, കാവൽ UP സ്കൂൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് രൂപീകൃതമാകാൻ വേണ്ടി നിമിത്തമായത് പ്രിയപ്പെട്ട രാധയും അതുപോലെ N കൃഷ്ണനും അതുപോലെ പ്രിയപ്പെട്ട ബാലകൃഷ്ണൻ അതുപോലെ തന്നെ ശ്രീകുമാർ ഇവരൊക്കെ മുൻകൈ എടുത്തുകൊണ്ടാണ്. ഒരു ദിവസം പെട്ടെന്ന് നോക്കുമ്പോഴുണ്ട് ഗ്രൂപ്പിൽ കാവൽ UP എന്ന് കാണുന്നുണ്ട്. അതിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ ആ ഗ്രൂപ്പ് വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം നമ്മൾ മീറ്റിംഗ് ചേർന്നിട്ടുണ്ടായിരുന്നു. അത് നായനാർ മന്ദിരത്തിൽ വെച്ചിട്ടാണ് ചേർന്നിരുന്നത്. അന്ന് ഇത്രയും ആൾക്കാർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഫുൾ സ്ട്രെച്ചിൽ നമ്മളുടെ എല്ലാ സുഹൃത്തുക്കളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയില്ല. അപ്പോൾ നമ്മൾക്ക് അങ്ങനെയുള്ളൊരു യോഗം വിളിക്കണമെങ്കിൽ പല ആൾക്കാരും ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അല്ലെങ്കിൽ പല നാടുകളിലായിട്ടാണ് താമസിക്കുന്നത്. അവരിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമുക്ക് നമ്പറില്ല, സ്കൂളിൽ നിന്ന് അഡ്രസ്സും കിട്ടിയില്ല. മുൻകാലങ്ങളിൽ എന്ന് വെച്ചാൽ അഡ്മിഷൻ രജിസ്റ്ററിൽ അഡ്രസ്സ് ഉണ്ടാവുമായിരുന്നു. ഇപ്പോഴും മുൻകൈത്തിൽ കാണുന്നില്ല. ഇനി അവർ എഴുതാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇത് അറ്റൻഡൻസ് രജിസ്റ്ററാണ്, അഡ്മിഷൻ രജിസ്റ്റർ വേറൊന്നാണ്. ഇതിൽ അഡ്രസ്സ് ഉണ്ടാവുമായിരിക്കും. ഏതായാലും നമ്മൾക്ക് എല്ലാവർക്കും ഈ ലിസ്റ്റ് വായിച്ചാൽ അവരിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഫോൺ നമ്പർ കളക്ട് ചെയ്ത് എല്ലാവരും വിളിച്ചുകൊണ്ടില്ലേ ഒരു സമ്പൂർണ്ണ യോഗം നമുക്ക് പിന്നീട് ചേരാവുന്നതാണ്. അതിൻ്റെ ഒരു മുന്നൊരുക്കായിട്ടാണ് നമ്മൾ ഇന്ന് ചേർന്ന ഈ യോഗം. ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ഓരോരാളെ പേരെടുത്ത് വിളിക്കുന്നില്ല. അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രിയപ്പെട്ട ശ്രീകുമാറിനെ ക്ഷണിച്ചു. സുഹൃത്തുക്കളെ, വർത്താനം ലാസ്റ്റിൽ പറയാം. നോണയും കോതിയും പിന്നെ പറയാം. പിന്നെ പരിചയപ്പെടുത്താനും സ്വയം പരിചയപ്പെടാനും എല്ലാം ഉള്ള സമയമുണ്ട്. വേറെ തന്നെ അജണ്ട തന്നെ ഉണ്ട്. കാര്യപരിപാടിയിൽ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു 5-10 ആള് കൂടെ. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ ഗ്രൂപ്പ് ഇവിടെ ഉണ്ടാവാൻ കാരണം ഒന്നാമത്തത് രാധ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ കണ്ടിട്ട് പിന്നെ പറയല് മതിയായി. സത്യല്ലേ? ഞാൻ പക്ഷെ അതേ സമയത്ത് സത്യമല്ല, അതേ സമയത്ത് ഇത്
സ്കൂളുമായിട്ടും ആൾക്കാരുമായിട്ടും കോണ്ടാക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന പല നമ്മുടെ സുഹൃത്തുക്കളുണ്ട് ഇതിന്. അവരോടെല്ലാം ചോദിച്ചിട്ട് അവരും ഇങ്ങനെ മട്ടിലങ്ങ് പോയി. പിന്നെ അതുപോലെ ജാനകിയും പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. അവസാനം എന്തോ എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് ഞാൻ വിചാരിച്ചു ഒരു ഗ്രൂപ്പ് ഇട്ടാലും അതിലപ്പോൾ എന്തായാലും ഞാനുണ്ടോ പറഞ്ഞിട്ട് ആരെങ്കിലും കൂടാതിരിക്കൂല, അത് ഉറപ്പാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പാക്കി. അതേതായാലും കുറേ ആൾക്കാരെ കാണാനുള്ളൊരു ഇതുണ്ടായി. അല്ലാണ്ട് നമ്മൾ ഓരോരാളെ അന്വേഷിച്ച് പോകാൻ ഇപ്പോഴും ആ പഴയതുപോലെ ഇങ്ങനെ തപ്പുന്നുണ്ടാവും 2-3 നാൾ. അതൊരിക്കലും നടക്കില്ല. അതുപോലെ അതിനിടയിൽ പല ആൾക്കാർ പൊഴിഞ്ഞു പോകുന്നു. അതുപോലെ പിന്നെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള എൻ്റെ മനസ്സിലാത്തൊരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കളുമായിട്ട് നമ്മുടെ ജനറേഷൻ ഗ്രൂപ്പ് അല്ല ഗ്യാപ്പുണ്ട്. അത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറയുന്ന ഒന്നും അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവരിൽ ഒരുപാട് വളർന്നു പോയി. നമ്മൾ പഠിത്തമാരെ കൂടി തീരുമാനിച്ച് അന്നേരം തന്നെ ഒഴിവാക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ മാത്രം പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞല്ലേ ഈ ജനറേഷൻ ഗ്യാപ്പിൻ്റെ ആ പ്രശ്നമല്ല. നമുക്ക് ഇതിൽ സംസാരിക്കാം. നമുക്ക് എന്ത് വിഡിത്തം തോന്നിയാലും നമുക്കത് ഒരു രസമായിട്ടില്ലെന്ന് തോന്നും. പണ്ടത്തെ എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞാൽ കുട്ടികൾക്ക് വാളിപ്പം മതിയാക്ക് ആ വിധത്തിലുള്ളത് ഉണ്ടാവില്ല നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ. അപ്പോൾ ഇതിലിപ്പോൾ ഈ കാര്യം പരിപാടിയിൽ 2 കാര്യം കഴിഞ്ഞു. പ്രാർത്ഥനയും സ്വാഗതവും അധ്യക്ഷ പ്രസംഗം. ഇനി സ്വയം പരിചയപ്പെടുത്തലാണ്. സ്വയം പരിചയപ്പെടുത്തൽ ഒരു ഭാഗത്തേ തുടങ്ങാം. ഇതിലാരും പേടിക്കുന്നുണ്ട്. കാരണം മാഷൊന്നും വടിയെടുത്ത് കൊടുക്കുന്നില്ല. പക്ഷെ അതിനേക്കാളും എക്സ്പീരിയൻസ് ഉള്ള മാഷന്മാർ കേട്ടിയാണ്. ആ നമ്പ്യാരിലെ വാലൊന്നും എനിക്ക് പണ്ടേ ഇഷ്ടമില്ല, ഇപ്പോഴും ഇഷ്ടമില്ല. ഞാൻ ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത് വെട്ടിക്കളഞ്ഞു ഇപ്പോൾ. അപ്പോൾ ശ്രീകുമാർ, പിന്നെ ഞാൻ കുറേ അലച്ചലിന് ശേഷം അവസാനം എത്തിപ്പെട്ടത് KSRTCയിലാണ്. KSRTCന്ന് റിട്ടയർ ചെയ്തിട്ട് 4 വർഷം. ഒരു ഭാര്യ, സുനില എന്നാണ് പേര്. അവൾ ടീച്ചറാണ്. അപ്പോൾ ഇടയ്ക്ക് അടിയെല്ലാം കിട്ടും ടീച്ചറായതുകൊണ്ട്. നമ്മളെ പഠിപ്പിച്ച കുഞ്ഞേഷ ഉണ്ടാവുമായിരിക്കും. ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ശ്രീകുമാറെ ഈ ഗ്രൂപ്പ് രൂപീകരിക്കുന്നതിനെ കുറിച്ചിട്ട് എന്നെ പലതവണ ബന്ധപ്പെട്ടു. ആദ്യം ശ്രീകുമാർ ഈ ഗ്രൂപ്പിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് PK ഒന്നും പ്രതികരിക്കുന്നില്ല പറഞ്ഞു. ഞാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഇതിൽ ഇങ്ങനെ ഇറങ്ങിച്ചേരാൻ പറ്റില്ല. രാധയും ശ്രീകുമാറും ബാലകൃഷ്ണനുമാണ്. ബാലകൃഷ്ണനോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടി ആദ്യം നല്ല ഒരു ഇങ്ങനൊരു ഉണ്ടാക്കാൻ ഇത് നേതൃത്വം കൊടുത്തതിന് ആദ്യം അഭിനന്ദിക്കാൻ വേണം. അദ്ദേഹത്തിന് നമ്മളിങ്ങനെ എത്തിച്ചേരില്ല എത്തിച്ചേർക്കാൻ വേണ്ടിയിട്ട് എല്ലാം മറന്നുകൊണ്ടാണ് ഒരു തല നമ്മളൊരു 10-20 വർഷത്തിന് ശേഷം നമ്മളൊരു എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു പല നമ്മളെ വീടും ചിണ്ടൻ മാഷ് ഇവരൊക്കെയാണ്. അപ്പൊ പിന്നെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിനോട് മുമ്പോട്ട് കടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നമ്മളവിടെ നിർത്തി വെച്ച് വെടിത്തൊഴിലേക്ക് കടന്നു വരികയാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇപ്പിങ്ങനെ ജീവിച്ചു പോകുന്നു. 2 മക്കളുണ്ട്, 2 പെൺകുട്ടികളാണ്. 2 കല്യാണം കഴിച്ച് ഓരോ കുട്ടികൾ അവർ കയറ്റി. ഇതാണിപ്പം നിലവിലെ സ്ഥിതി. 1-ാം ക്ലാസ്സിൽ പഠിച്ച ഒരു പാഠമുണ്ട്, വിദ്യുത് ശക്തി എന്ന പാഠത്തിന്റെ പേര്. എനിക്ക് ഓർമ്മയുണ്ടോ അറിയില്ല. വിദ്യുത് ശക്തി എന്റെ ആദ്യം തുടങ്ങുന്നത് ഞാൻ ആരാണെന്ന് അറിയാമോ എന്നാണ് ആദ്യത്തെ വരി. ഞാൻ ആരാണെന്ന് അറിയാമോ? എന്റെ ഗ്രാമാന്തരങ്ങളിലൂടെ എന്റെ വഴി നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയും. ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ആത്മകഥയുടെ ശൈലിയാണ് അതിൽ നിന്ന് പിൽക്കാലത്താണ് മനസ്സിലായത്. അതായത് വിദ്യുത് ശക്തി തന്നെ കുറിച്ച് പറയാം. ഞാൻ ആരാണെന്ന് അറിയാമോ? ഞാനാണ് വിദ്യുത് ശക്തി. ശരിയായ രീതിയിൽ എന്നെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആപത്തുണ്ടാവും. ഇങ്ങനെല്ലാം അത് തോന്നുന്നത്. അതുപോലെ സ്വന്തം കഥയെ അറിയാത്ത ആരും തന്നെ ഈ ലോകത്തുണ്ടാവില്ല. ആത്മകഥ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ ഒന്നുണ്ട്, ഒരു സാഹിത്യ ശാഖയാണ് ആത്മകഥ. വേറൊന്നാണ് ജീവചരിത്രം. ആത്മകഥ എന്ന് പറഞ്ഞാൽ എന്നെ കുറിച്ച് പറയുന്നത്, ജീവചരിത്രം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കുറിച്ച്. അപ്പോൾ എന്റെ കഥ പറയുകയാണെങ്കിൽ ആദ്യം തുടങ്ങൽ എന്റെ പേരാണ്. എന്റെ പേര് നിങ്ങൾക്കെല്ലാം വരച്ച് വരുമ്പോഴേക്ക് ഇത് പുതിയ ഡ്രോയിങ് പിന്നെ മേടിക്കും. അപ്പൊ ആദ്യം മുതലല്ലേ വരക്കല്ലേ. മാഷ് ഒരിക്കൽ ആദ്യം വരച്ച 2 പേജ് ഇടണം, അതിന്റെ അടി, പിന്നെ ഈ മേശന്റെ അടിയിൽ കൂട്ടും മാഷ്, എന്നിട്ട് പൊന്തിക്കാൻ പറയും. അത്ര പേടിയായിരുന്നു ആ മാഷ. ഞാൻ പിന്നീട് കരുവള്ളൂർ ഓണക്കുന്നിൽ ആ മാഷ വീട് അറിയുമ്പോഴേക്ക് ഇപ്പൊ കാഞ്ഞങ്ങാട് ഒരു സ്റ്റുഡിയോ നടക്കുന്നു. അപ്പോ വിനോദ് കൂടാതെ എന്റെ പേര് മോഹൻ. നമ്മള് ഒരുപാട് ആളുകൾ നമ്മൾ നിത്യേന ബന്ധപ്പെടുന്ന ഒരുപാട് ആളുകളുമാണ്.
പരിചയമില്ലാത്ത ആൾക്കാർ ഇങ്ങനൊരു ഗ്രൂപ്പ് രൂപീകരിക്കുന്നത് ആദ്യമായിട്ട് എന്നോട് ഇങ്ങനെ പറയും. അപ്പൊ ഏതായാലും എനിക്ക് അതൊരു വലിയൊരു ഗുണമായിരുന്നു. എന്നാൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യക്കെല്ലാം വലിയൊരു ഗ്രൂപ്പുണ്ട്, SLC ബാച്ച് ഉണ്ട്, ഡിഗ്രി ബാച്ച് ഗ്രൂപ്പ്. അപ്പൊ അതെല്ലാം ഭയങ്കര കമ്പനിയാണ്. എനിക്ക് മീറ്റിംഗ് ബന്ധപ്പെടും. അപ്പൊ നമ്മൾ ഈ ഗ്രൂപ്പ് വരുമ്പോൾ അതിലത്തെ മെസ്സേജ് കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് വല്ലാത്തൊരു സന്തോഷമാണ് തോന്നിയത്. അപ്പൊ ഞാൻ തന്നെ നാട്ടിൽ സുലഭമായൊരു തൊഴിൽ ഉണ്ടായിരുന്നത് ബീഡി മേഖല. അതെല്ലാ വീട്ടിലും ഉണ്ട്. നമ്മൾ നോക്കുന്നവർക്കെല്ലാം ബീഡി. അങ്ങനെ ഞാൻ കുറച്ചു കാലം ഒരു 1.5 വർഷം ബീഡി മേഖലയിലേക്ക് പോയി. അന്നേരം ദിനേശിന് കിട്ടുക പറഞ്ഞാൽ വലിയൊരു കാര്യം. ഞാൻ എൻ്റെ സുരേഷൻ താമസം എൻ്റെ എല്ലാ മക്കളാണ്. ഭാര്യ പറയാനുള്ള 3 കുട്ടികളുണ്ട്. ഒരു ഭാര്യ, ശിവരാമയുടെ ഒരു ഭാര്യ, 3 കുട്ടികൾ. മൂത്തൊരു കുട്ടി ഡോക്ടറാണ്, BDS കഴിഞ്ഞ് അവിടെ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുണ്ട്. അവളിപ്പോൾ MDS പഠിക്കുന്നുണ്ട് അഞ്ചരക്കടി. രണ്ടാമത്തെ കുട്ടി സിവിൽ എഞ്ചിനീയറാണ്, അബുദാബിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കുട്ടി BDS ഫൈനൽ ഇയർ. ഇത്രയും എന്നെ കുറിച്ച് പറയാം. ഇല്ല, ഞാൻ പോകണം. ഭക്ഷണം നീ വേറെ സ്പെഷ്യൽ. എടാ ഇത്രയും കാലത്ത് കണ്ടിട്ട് നീ എനിക്കന്ന് ട്രീറ്റ് ചെയ്യണ്ട. എടാ നമുക്ക് കൂടണ്ട കേട്ടോ. ഓക്കെ ഫൈൻ. ഞാൻ ഭാസ്കരൻ. പിന്നെ ആദ്യം തന്നെ ഈ ഗ്രൂപ്പ് ആക്കിയതിൽ ഭാസ്കരൻ പറഞ്ഞില്ലേ, അത് നമ്മുടെ വീട്ടിലൊരു അനുഭവമാണ്. എനിക്ക് ഫാൻ വേണ്ട, ഇവർക്ക് നല്ല ഫാൻ വേണം. എന്ത് ശ്വാസം മുട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഫാൻ ഇടാൻ കേൾക്കാൻ കഴിയില്ല. ഇന്നലെ എൻ്റെ മോൻ പറയും, പണ്ട് സ്ഥലമില്ല വീട്ടിൽ കിടക്കാൻ, ഇപ്പം റൂമില്ലേ, 2 റൂം കിടക്കൂടെ വരും. എന്നാലും ഞാൻ കിടക്കൂല, എനിക്ക് പേടിയാണ്. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്. ഞാൻ കൊടുക്കുന്ന ചുമര സെൻട്രൽ സ്കൂളിൽ ടീച്ചറ്, 4 അധ്യാപകരുമാണ്. അച്ഛൻ്റെ അനിയൻ AU റിട്ടയർഡായത്, അനിയൻ്റെ ഭാര്യയും AU റിട്ടയർഡായത്. പിന്നെ അനിയത്തിയുടെ മകൻ +2 മാഷ്. പിന്നെ അങ്ങനെ LP സ്കൂൾ മുതൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസർ വരെ നമ്മുടെ കുടുംബത്തിലുണ്ട്. അങ്ങനെയാണ് ഞാൻ അധ്യാപക സരസ്വതി ദേവി ഒരുപാട്. കാസർഗോഡ് പുള്ള, അതായത് പിന്നെ ഔഷധ ഗുണം ഉള്ള. ഞാൻ TV കാണുമ്പോൾ കൃഷിയാണ് കാണുന്നത്. എനിക്ക് കൃഷിയോട് ഭയങ്കര, എൻ്റെ കുടുംബ കൃഷി സംബന്ധമായിട്ടുള്ള കുടുംബം ആയതുകൊണ്ടായിരിക്കാം എൻ്റെ രക്തത്തിൽ കൃഷിയുടെ ഒരു അംശമുണ്ട്. അപ്പൊ ഞാൻ എപ്പോ കണ്ടത്? എന്നിട്ട് അപ്പൊ ഞാനുണ്ടല്ല, ഞാൻ പുല്യത്തുമ്പോ രാധ എന്നോട്, സുമിത്ര ശ്രീകുമാറിനെ കണ്ടിന് ഇങ്ങനൊരു സംഭവം പറഞ്ഞു. ഞാൻ രാധ ഫസ്റ്റ്, അത് നല്ല കാര്യം. ഞാനിപ്പോ ജോബാനുസരണന്റെ വനിതാ ലൈബ്രറി. എനിക്ക് 2 കുട്ടികളുണ്ട്. ഒരാള് നഴ്സ്, ഒരാള് B.Ed കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. എനിക്ക് 2 മക്കളുണ്ട്. ഒരാണ് ഒരു പെണ്ണ് കുഞ്ഞുമംഗലം. ഞാൻ പയ്യനുണ്ട്. മോനുണ്ട്. ആദ്യം പേര്, എല്ലാരും പേര് നക്ഷത്രം പറയാം. 2 മക്കളുണ്ട്. ഒരാണൊരു പെണ്ണും. മോൻ കിച്ചൻ പണി എടുക്കുന്ന, മോള് വേങ്കിലാണ്. പിന്നെ ഭർത്താവ് ഒരു കടയിലാണ്. പറയാനില്ല. ഞാൻ യശോദ, സ്കൂൾ 6ാം ക്ലാസ്സിൽ പഠിച്ചത്. പയ്യന്നൂർ താമസം. 2 മക്കൾ. മോൻ ആലുവയിലാണ് കടയിൽ. ഭർത്താവ് ചോപ്പയാണ്, റിട്ടയർഡായി. ഇത്രേ പറയുന്നു. 3 കുട്ടികളാണ് എനിക്കുള്ളത്. 2 ആൺകുട്ടികളും മോളും. മോൾ ആയുർവേദ ഡോക്ടറാണ്, ഓണക്കുന്നിൽ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ ഭർത്താവ് മരിച്ചിട്ട് 6 വർഷമായി. ഇങ്ങനെ പോകുന്നിപ്പോൾ. താങ്ക്സ്.
ഗ്രൂപ്പിന്റെ കാരണം വിളിച്ചു അങ്ങനെ പിന്നെ ഇതോടെ ഞാൻ അതിന്റെ ഗ്രൂപ്പിനെ കുറിച്ചിട്ട് പറയാം ഞാനൊരു 3 വർഷം ശേഷം കൊറോണയ്ക്ക് ശേഷം ഞാൻ പലപ്പോഴും ശ്രീനിവാസോട് ശ്രീകുമാറോട് പറയും നമുക്ക് 1ാം ക്ലാസ് മുതൽ ഒരു ഗ്രൂപ്പ് ആക്കണം. ചന്ദന്റെ സ്കൂൾ അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അത് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ ക്ലാസ്സിന് പോയി. ഞാൻ ആകെ 5 വരെ സ്കൂളിൽ പോയി. ഈ ചാമക്കാവ് സ്കൂളിൽ 5 വരെ പോയി. അതുകൊണ്ട് കുറേ ആളെപ്പോഴും അധികം പഠിക്കാൻ പറ്റി. കാരണം നല്ല പഠിപ്പായതുകൊണ്ട് 5 കൊല്ലം കൂടി പഠിച്ചിട്ട് 3ാം ക്ലാസ്സിൽ എത്തിയിട്ടു. അതുകൊണ്ട് കുറച്ചാൾ എല്ലാവരും ചെറിയ പ്രായം കുറഞ്ഞവരും കൂടിയവർ 2 പഠിച്ചവരുണ്ട്. പക്ഷേ ഞാൻ പിന്നെ എൻ്റെ വിനോദ് ലാസ്റ്റ് പറഞ്ഞു. നമുക്കെല്ലാം കുറെ ഗ്രൂപ്പ് ഉണ്ട്. SLC-ൻ്റെ ഉണ്ട്, പ്രീ ഡിഗ്രീൻ്റെ അങ്ങനെയെല്ലാം ഉണ്ട്. എന്നാലും നമുക്ക് 7ാം ക്ലാസ്സിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങിയത് നല്ല കാര്യമായിട്ട് തോന്നുന്നു. പിന്നെ എന്നാ പരിചയപ്പെടുത്തൊന്നും വിട്ടല്ല, എല്ലാവർക്കും എല്ലാവരും എനിക്കും അറിയാം. പക്ഷെ എല്ലാവരും അറിയാന്നല്ല നമ്മളിപ്പോ 7ാം ക്ലാസ് വരെ പഠിച്ചല്ലാണ്ട് നമ്മ മുഖത്തോട് മുഖം മുട്ടി കണ്ടാലും ഒരാൾ മുണ്ടോ ചിരിക്കോ ചെയ്യാതെ അങ്ങനത്തെ ഒരു സമയം നമുക്ക് ഉണ്ടായിരുന്നല്ലേ. പിന്നെ കാണലുണ്ട് അങ്ങനെയല്ല. ഈ സമയത്തല്ല ഞാൻ പറഞ്ഞത്. പണ്ട് പഠിക്കുന്ന സമയത്ത് ഒരു പണ്ട് മുന്നിൽ കൂടാ കണ്ട ചിരിച്ചൂടാ അങ്ങനെയൊന്നും ഉണ്ടല്ലോ. പിന്നെ ഇപ്പൊ പിന്നെ എല്ലാവരും കണ്ടു നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് 2 മക്കൾ, 2 ആൺപിള്ളേരാണ്. ശ്രീനാഥ് അതിൽ വലിയവനിപ്പോൾ ഇടാം ഓടി പെരുമൂത്ത് ITI എല്ലുകളൊക്കെ ജോലി ചെയ്യുന്നു. ചെറിയവൻ പിന്നെ ലാന്തറ പ്രൈവറ്റ് മോർണിംഗ് ക്ലാസ് എടുക്കുന്നു. എല്ലാവരും കല്യാണം കഴിയുന്നത്ര അവസാനത്തോടെ ഞാൻ എൻ്റെ പേര് വിനോദ്, എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ഇപ്പോഴറിയാം. പക്ഷെ എൻ്റെ കാര്യം പണ്ട് അറിയായിരുന്നു എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു കാര്യം പറയാം. ഞാനെങ്ങനെ ഗ്രൂപ്പിൽ വന്നു ഏകദേശം ഒരു 3 ആഴ്ച മുമ്പ് എനിക്കൊരു മെസ്സേജ് കിട്ടുന്നത് ഞാൻ രാധയാണ് വിനു. ഏത് രാധ? ഞാൻ എല്ലാ സ്ഥലത്തും എൻ്റെ വല്ല റിവൈസ് ചെയ്ത് ബാക്കിലോട്ട് പോയി നോക്കി ഒരു രാധനുമില്ല. ആകെയുള്ള ഒരു രാധ മുമ്പ് UP-യിൽ ഒരു രാധയുണ്ടായിരുന്നു. അവർ ടീച്ചർ, അവരാണ് അല്ല രാധ മലയാളം പറയില്ല, അവർ ഹിന്ദി മാത്രമേ പറയും. പിന്നെ ഞാൻ പറഞ്ഞു രാധ എനിക്ക് ഓർമ്മ വരുന്നില്ല, സ്കൂളിൽ പഠിക്കാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കുറച്ച് എഴുതി. ഞാൻ പറഞ്ഞു എനിക്ക് എഴുതിയതൊന്നും മനസ്സിലാകുന്നില്ല, കുറച്ച് എഴുതണം. എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ഉടനെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വിനോദാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ രാധ പറഞ്ഞ് നിന്റെ ഒന്നിച്ച് സംസാരിക്കുന്നത് ബിനുവിനെ എല്ലാവർക്കും അറിയാം. നമ്മുടെ ഗ്രൂപ്പിലെ മിക്ക ആൾക്കാർക്കും ബിനുവിനെ അറിയാം. ഞാൻ പറഞ്ഞു എനിക്ക് ആ 5 മുതൽ 7ാം ക്ലാസ്സിലെ ആകെ അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് വ്യക്തികളുണ്ട്. ഒന്ന് ഇവൻ, പിന്നെ കമല, പിന്നെ അജിത ഞാൻ ഒന്നിച്ചടപ്പിട്ട് പോയി. അപ്പോൾ സംസാരിച്ചോണ്ട് വരികയാണ്. അന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും സംസാരിക്കരുതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ രണ്ടും സംസാരിക്കും. കാരണം ഒന്നും മുതലേ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അറിയും. പിന്നെ ധനഞ്ജന ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ ബാക്കിയില്ല സമ്മതിനറിയും. ബാക്കിയുള്ള ആൾക്കാർ ഒരാളിൽ പോയില്ല. അതാണ് സംഭവം. പിന്നെ ഇവിടെ ഇങ്ങനെ ഓരോ ആൾക്കാരെ പറഞ്ഞാൽ മിക്കവാറും ഞാൻ വിളിച്ച് പറഞ്ഞു. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞ ഒരു മീറ്റിംഗ് വെക്കാം. ഇവിടെ വിളിക്കും, പിന്നെ സമാധാനം വിളിക്കും. ഈ 3 ആൾക്കാർ, പിന്നെ ശശികല എന്നെ കൂടെ വിളിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്കൊരു മീറ്റിംഗ് വെക്കുക. ഞാൻ പറഞ്ഞു സൂം മീറ്റിംഗ് വെക്കുക. വല്ല സൂമിന് പറ്റില്ല പറഞ്ഞു. നമുക്ക് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നിട്ട് സമാധാനം. അങ്ങനെ ആ പയ്യനോട് പറഞ്ഞിട്ട് ഉള്ള അതിൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനെ ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചത് വളരെയധികം സന്തോഷം. അപ്പൊ എൻ്റെ മോള് കല്യാണം കഴിഞ്ഞു, എഞ്ചിനീയറാണ്, മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. കല്യാണം കഴിഞ്ഞു നമ്മളെല്ലാവരും. പക്ഷെ ഇവിടെ സംസാരിക്കുമ്പോൾ മനസ്സിലായില്ല. എന്നൊരു ആഘോഷം. ആ ശരി. കമല സുന്ദരനല്ലേ? എല്ലാരും ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നാണ്. ഞാൻ നേരത്തെ ഗ്രൂപ്പിലെല്ലാരും പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടായിന്. ഞാൻ എല്ലാരും ഒന്നും ഓർമ്മയുണ്ടായിട്ടാ. സ്കൂളിലെ പരിപാടി കഴിയാൻ വേണ്ടി കുറച്ച് വൈകു. എന്നാലും ഞാൻ ഭാസ്കരനെ വിളിച്ചേരം പറഞ്ഞു എന്തായാലും വരണം എന്ന് പറഞ്ഞ്. എല്ലാവരും കണ്ടതിൽ സന്തോഷം. എൻ്റെ പേര് ആശാനി. കുറേ ആളെ എല്ലാവരും ഞാൻ ദിവസം കാണുന്ന ആളാണ്. കുറച്ചാളെ അങ്ങനെ കാണാണ്ടില്ലോ. ഞാനിങ്ങനെ ഒരു കൂടിച്ചേരൽ സംഘടിപ്പിച്ചതിന് സന്തോഷമുണ്ട്. കുടുംബം എൻ്റെ ഭർത്താവ് ആനന്ദകൃഷ്ണൻ കാൺകോലി,
ഞാൻ കല്യാണം ചേരുന്നവരെ ഇവിടെ തന്നെയാണ് താമസം. ദിനേശിലാണ്. നേരം കുട്ടികളെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെയാണ് താമസം. ഇപ്പോൾ വീടെല്ലാക്കി. ഇപ്പം പണിക്കൊന്നും പോകുന്നില്ല. ഞാൻ ദിനേശിന് പിരിഞ്ഞു. നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ പെട്ടെന്ന് വന്നു. ഇങ്ങോട്ട്